പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിഷേക് തന്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്നുവെങ്കിലും രാഹുലിന്റെ അപ്രതീക്ഷിതമായ തിരിച്ചടി കാര്യങ്ങൾ തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതേ തുടർന്ന് രാഹുലിന്റെ ചതി മനസ്സിലാക്കുകയാണ് അഭിഷേകും അതുപോലെ തന്നെ സോഹനും. ഇതോടെ തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് അവർ മുന്നിലേക്ക് കടന്നു വരുന്നു. മാത്രവുമല്ല, ഇതേ തുടർന്ന് രാഹുലിനെ ചെന്ന് കാണുകയും ചെയ്യാനാണ് അവർ തീരുമാനമെടുക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് സോഹൻ പറയുകയും ആദ്യം ഇഷയോട് കാര്യങ്ങൾ വ്യക്തമാക്കണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ ആ കാര്യം താൻ ചെയ്യാമെന്ന് പറയുന്ന അഭിഷേക് അവൾ കാര്യങ്ങൾ അറിഞ്ഞാൽ ഇത്തിരി കൂടി എളുപ്പമായിരിക്കുമെന്നും പിന്നെ രാഹുലിന്റെ ശല്യം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കാര്യങ്ങൾ ആ വഴി നീക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അവർ. ഇതേ തുടർന്നാണ് ഇഷയുടെ മുന്നിലേക്ക് അവർ വരുന്നത്. അവിടെ വെച്ച് ഇഷയോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി തയ്യാറാകുന്ന അഭിഷേക് എന്നെ ആക്രമിച്ചത് മറ്റാരുമല്ല രാഹുലാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇനിയും ഇങ്ങനെയുള്ള ചതികൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇഷ. ഇങ്ങനെ ഒരു ചതി ഞാനും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മുടെ സുഹൃത്തായി കൂടെ നിന്നിട്ടാണ് അവൻ ഇങ്ങനെയൊരു ചതി ചെയ്തത്. ഇത് പൊറുക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഇഷ ഇതേ തുടർന്ന് രാഹുലിനെ കാണുന്നതിനായി ചെന്നിരിക്കുകയാണ്. അപ്രതീക്ഷിതമായുള്ള ഇഷയുടെ കടന്നുവരവ് രാഹുലിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ രാഹുൽ പകച്ചു പോകുന്നു. ഇതേ തുടർന്ന് രാഹുലിനോട് എന്തിനാണ് ഞങ്ങളെ പിന്തുടരുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇഷ. അപ്രതീക്ഷിതമായ ഈ ചോദ്യത്തിന് മുന്നിൽ ഞെട്ടിപ്പോകുന്ന രാഹുൽ ഞാൻ നിങ്ങളെ പിന്തുടർന്നിട്ടില്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ തൻ്റെ കൈവശം തെളിവുകളുണ്ട് എന്നും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഇതേ തുടർന്ന് തെളിവുകൾ കാണിച്ചു കൊടുത്തതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് രാഹുൽ. ഇതോടെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ രാഹുൽ ആകെ പകച്ചു പോകുന്നു. തൻ്റെ കള്ളത്തരം പുറത്തായി എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ഉറപ്പിക്കുന്ന രാഹുൽ നിഷേധിക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിലും ഇഷ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതിനായി എന്തെങ്കിലും ശ്രമം നടത്തുകയാണ് എങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് രാഹുൽ. മാത്രവുമല്ല, രാഹുലിനെ എൻ്റെ ജീവിതത്തിൽ ഒരു വിലയും ഞാൻ നൽകുന്നില്ല എന്ന് തുറന്നു പറയുകയാണ് ഇഷ. രാഹുലിനെ ഒരു ഫ്രണ്ടായിട്ടായിരുന്നു ഞാൻ കണ്ടത്, അല്ലാതെ രാഹുലിന് യാതൊരു സ്വാതന്ത്ര്യവും തൻ്റെ ജീവിതത്തിൽ തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇനി തരുകയുമില്ല. അത് രാഹുൽ മനസ്സിലാക്കുന്നത് രാഹുലിന് നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി എൻ്റെയോ അതുപോലെ അഭിഷേകിൻ്റെയോ കാര്യത്തിൽ ഇടപെടുന്നതിനായി രാഹുൽ വരാതിരിക്കുന്നതാണ് രാഹുലിന് നല്ലത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇത് കേൾക്കുന്ന രാഹുൽ ഇഷ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കൂടെ എന്ന് ചോദിച്ചതിനെ തുടർന്ന് സാധിക്കുകയില്ല, ഈ തെറ്റിനൊന്നും മാപ്പ് തരാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഇഷ ഇത് രാഹുലിനുള്ള അവസാന വാണിംഗ് ആണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് എൻ്റെ പിറകെ വരാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ള കാര്യം മറക്കണ്ട എന്ന് പറയുകയും ചെയ്യുന്നു. എനിക്കൊരിക്കലും രാഹുലിനെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല.
എനിക്ക് ഒരാളെ മാത്രമേ സ്നേഹിക്കാൻ സാധിക്കൂ. അതെൻ്റെ ബബ്ലുവാണ്. ബബ്ലുവിനെ ഉപേക്ഷിച്ചുകൊണ്ടൊരു ജീവിതം എനിക്ക് വേണ്ട എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി എൻ്റെ മുന്നിലേക്ക് വരരുത് എന്നുള്ള താക്കീത് നൽകിക്കൊണ്ട് അവിടെ നിന്ന് ഇഷ പോയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി കാര്യങ്ങൾ കൈവിട്ട് കളയുകയാണ് രാഹുലിൻ്റെ കയ്യിൽ നിന്ന്. ഇതോടെ രാഹുൽ ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്നു. അങ്ങനെ അവളെ വിട്ടുകളയാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഉറപ്പിക്കുന്ന രാഹുൽ, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ സ്വന്തമാക്കുക തന്നെ ചെയ്യുമെന്നും നീ എൻ്റെ ഭാര്യയായി വീട്ടിലേക്ക് വരിക തന്നെ ചെയ്യുമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന രാഹുൽ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ഇതിന് ശേഷമാണ് രാഹുലിനെ കാണുന്നതിനായി സോഹനും അതുപോലെ തന്നെ അഭിഷേകും കടന്നു വരുന്നത്. അഭിഷേകിൻ്റെ അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് രാഹുലിനെ. ഇതോടെ രാഹുലിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുന്നിലേക്ക് വരുന്ന അഭിഷേക്, ഇഷയുടെ ജീവിതത്തിൽ നിന്നെ ഇനി കണ്ടുപോകരുത് എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന രാഹുൽ, നിനക്കെന്നെ അറിയില്ലടാ, അതുകൊണ്ടാണ് നീ എന്നോട് ഇങ്ങനെ പറയുന്നത്. ഞാൻ അവളുടെ ജീവിതത്തിൽ ഇനിയും ഉണ്ടാകും, ാണ് ഇനി അവളുടെ ജീവിതത്തിൽ ഉണ്ടാവാത്തത് എന്നുള്ള കാര്യം മറക്കണ്ട എന്ന് അറിയിക്കുകയും ചെയ്യുന്ന രാഹുൽ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇതിനിടയിലാണ് അഭിഷേകും അതുപോലെ തന്നെ രാഹുലും തമ്മിൽ പിടിവലി ഉണ്ടാകുന്നതും അവസാനം ഇരുവരും തമ്മിൽ തല്ലാകുന്നതും. ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോകുന്ന സോഹൻ തൽക്കാലത്തേക്ക് അഭിഷേകിനെ പിടിച്ചു മാറ്റുന്നു. ഇതോടെ തന്നെ തല്ലിയതിന് ഞാൻ തിരിച്ചടിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് രാഹുൽ. പക്ഷേ അതിന് വില കൊടുക്കാൻ തയ്യാറാകാതെ അഭിഷേക് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.